ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇഡി ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചു, ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചു, കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ വഴിവിട്ടുപയോഗിച്ച് ഭരണഘടനാ സംവിധാനങ്ങളെ ഒന്നൊന്നായി തകർക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള LDFന്റെ ബഹുജന റാലിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇഡിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വഴിവിട്ട് ഉപയോഗിക്കുകയാണ്. ജുഡീഷ്യറിയിൽ പോലും കൈകടത്തിയ കേന്ദ്രം ഭരണഘടനാ സംവിധാനങ്ങളെ ഒന്നൊന്നായി തകർക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംഘപരിവാറിന്റെ കൃത്യമായ വർഗീയ ലക്ഷ്യമുണ്ട്. അതിലേക്കുള്ള പാലമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി. ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുണ്ട്. അതിലിപ്പോ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള നീക്കമാണ് വന്നിട്ടുള്ളത്. അതിനിടെ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടന അംഗീകരിക്കുന്നില്ലെന്നും പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ടറൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് BJPക്കെന്നും അങ്ങനെ പണം വേണ്ട എന്ന് പറയാൻ CPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.